നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ല നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ ഇരിക്കുമ്പോൾ എന്താ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ തങ്ങളുടെ മറുപടി അജിലിസു കമാ യജിലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. ഞാനൊരു പറഞ്ഞു കണ്ട, തങ്ങൾ എന്താ ഇങ്ങനെ തിന്നുന്നത്? ആക്കുലു കമാ യഅ്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. മനുഷ്യന്മാരെ, നമുക്കതാവാൻ കഴിയാത്തതാണ് നമ്മളെ പ്രശ്നം. നമുക്ക് അബ്ദുള്ളയാവാൻ കഴിയുന്നില്ല, വളരെ താഴ്മയോടെ ജീവിക്കാൻ കഴിയുന്നില്ല. നമുക്ക് പരമാവധി പൊങ്ങച്ചം, ഹൈപ്പോക്രസി ആൻഡ് വാനിറ്റി നമുക്കുണ്ടാവും. ഉള്ള കഴിവ് ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് വലുതാക്കി കൊണ്ടുവരും. ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ ചില ആൾ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടായിരിക്കും ഇയാൾ അങ്ങോട്ട് വിളിച്ചു തരും. ഞാൻ ഉസ്താദിൻ്റെ അടുത്താണ് ഉള്ളത്, തങ്ങളുടെ അടുത്താണ് ഉള്ളത്, കുറച്ച് മിനിറ്റ് വിളിക്കാം, അത് പറയാനായിട്ട് അങ്ങോട്ട് വിളിച്ചത്. ഒരു അസുഖമാണ് നമുക്ക്, ഇങ്ങനെ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉസ്താദിൻ്റെ പേര് ഒരു ഫോട്ടോ, ഞാനും ആ ഉസ്താദും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഇങ്ങനെ ഉണ്ടല്ലോ, ഷെഹറാനി മുഹമ്മദ് അല്ലേ പറയണത് കിതാബിൽ, വീട്ടിലുള്ള സൽക്കാരത്തിനും മകളുടെ നിക്കാഹിനൊക്കെ തങ്ങന്മാരെയും ഉസ്താമാരെയും ഒക്കെ ചില ആൾ വിളിക്കും. എന്തിന്? ബർക്കത്തിനല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇയാൾ വലുതാണ് എന്ന് തോന്നിപ്പിക്കാൻ. എൻ്റെ 4 മക്കളുടെ നിക്കാഹ് ഉസ്താദാണ് കഴിച്ചത്, ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ഉസ്താദത്തും മറ്റേ ആൾ തങ്ങളെത്തും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ നാടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിന് കുറേ ആളിങ്ങനെ കുഴലൂതിക്കൊണ്ടിരിക്കുക. അതയാൾ നശിച്ചു പോകാനുള്ള ഒരു വഴിയാണെന്ന് ഇമാം ഷഹറാനി റഹിമഹുള്ളയുടെ അൽ കൗകബു ഷാഹിഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. നമ്മളിപ്പോൾ ഒരു ഉസ്താദിനെ, ഒരു തങ്ങളെയൊക്കെ സ്നേഹിക്കേണ്ടതും സൽക്കരിക്കേണ്ടതും വിരുന്നൂട്ടേണ്ടതും അവർ യൂട്യൂബിൽ വൈറലായതുകൊണ്ടോ അവർ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടോ വൈബായതുകൊണ്ടോ അല്ല. ലിയത്തബറക ബിഹി, അവർ മുത്തബറക ബിഹിയാണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ബർക്കത്തെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊണ്ടുപോയിട്ട് നിസ്കരിപ്പിച്ചത് എന്തിനാ? ലിയത്തബറക ബിഹി, ബർക്കത്തെടുക്കാനാണ്, വേറൊന്നിനല്ല. അപ്പൊ അബ്ദുള്ളയാവുക, അള്ളാന്റെ അടിമയാവുക.